ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കുക്കുവിന്റെ സബ്സ്ക്രൈബേഴ്സായിട്ട് സംസാരിച്ചിട്ട് കുറെ കാലമായി. ഞാൻ വ്ളോഗിൽ വന്നിട്ട് കുറെ കാലമായി. പക്ഷെ ഇന്ന് ഞാൻ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ദർ ഇസ് സംതിങ് എന്താ പറയാ സ്പെഷ്യൽ. ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആണ്. വെരി വെരി സ്പെഷ്യൽ വീഡിയോ. കുറെ കാലമായി ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടല്ലേ. എനിക്കറിയാം എന്ത് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടാലും നിങ്ങൾ ആദ്യം ചോദിക്കുക ഡേ ഇൻ മൈ ലൈഫ് ഇടുവോ മോർണിംഗ് വ്ലോഗ് ഇടുവോ എന്നാണ്. ഞാൻ ഇടയ്ക്ക് അലക്കുമ്പോൾ ഇട്ട കൈൻഡ് ഓഫ് വീഡിയോസ് തന്നെ ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇച്ചിരി മടി പിടിക്കുന്നത് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് എല്ലാത്തിനും ഒരു പേർപ്പസ്. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, കുറച്ച് ബിഹൈൻഡ് ദ സീൻ കുറച്ച് വർക്ക്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു കറക്റ്റ് ടൈം നോക്കിയിരിക്കുകയായിരുന്നു നിങ്ങളോട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചല്ല അല്ല, എല്ലാരും പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കാണാൻ ഭയങ്കര യങ് ആയി, പിന്നെ എന്താ പറയാ ഗോപു ഭയങ്കരമായിട്ട് മാറി എന്നാണ് എല്ലാരും കമന്റ് ചെയ്യുന്നത് എല്ലാ വീഡിയോസിലും. ശരിയാണ്, ഗോപുന് നല്ല മാറ്റമുണ്ട്. ഗോപു മക്കളെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാണ്, ഡയറ്റ് നോക്കുകയാണ്. എനിക്ക് ഇപ്പം ആയിട്ട് അത്ര റെഗുലർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാലും ഞാൻ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ബിക്കോസ് ഇത്രയും ബിസി സ്കെഡ്യൂളിലൂടെ ഇത്രയും ദിവസം വരുന്ന തന്നെ ഞാൻ വെറുതെ പറയുന്നേ ഉള്ളൂ, ഓരോ ദിവസവും നാളെ വരണേ മറ്റന്നാൾ വരണേ. പക്ഷെ ഇതിന്റെ ഇടയിൽ ഇത്രയും ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് സത്യം പറഞ്ഞ. കുറച്ച് കാലമായിട്ട് എൻ്റെ ഒരു ഡ്രീം, അതിന്റെ കുറെ കാര്യങ്ങൾ ഒരിക്കലും ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല പെട്ടെന്ന് സംഭവം നമ്മൾ റെഡിയാക്കും എന്നുള്ളത്. പക്ഷെ ഇറ്റ് ഹാപ്പൻഡ്. ഭയങ്കര 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 സ്പെഷ്യലാണ്, ഭയങ്കര ഹാപ്പിയാണ്. നായിക എന്നുള്ള എന്റെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് നമ്മൾ ലോഞ്ച് ചെയ്തു ഗൈസ്. ഐ എം വെരി പ്രൗഡ് ഓഫ് നിമ്മി ആക്ച്വലി. കുക്കുമായിട്ട് ഞാൻ ഭയങ്കര പ്രൗഡാ. ഞാൻ കണ്ട എനിക്ക് അടുപ്പമുള്ള സ്ത്രീകളിൽ വെച്ചിട്ട് ഇങ്ങനെ വേറൊരാളില്ല. ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന, ഇത്രയും പിന്നെന്താ പറയാ ഡ്രൈവുള്ള, പിന്നെ എല്ലാം ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ട് നടക്കുന്നത്. അതായത് ഇപ്പൊ ഫാമിലി ആണെങ്കിലും കൊച്ചിന്റെ കാര്യം, ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാനും കൊച്ചും പെട്ടല്ലോ അല്ലേ, വീടും പെട്ടോ, വീടിന്റെ കാര്യമാണെങ്കിലും പിന്നെ അവളുടെ ഈ ഇൻസ്റ്റാഗ്രാം ആൻഡ് യൂട്യൂബ് ഇപ്പൊ കുറച്ച് കുറഞ്ഞത് ഇതായിരുന്നു റീസൺ. അതിന്റെ കാര്യങ്ങളാണെങ്കിലും കൂടെ വർക്കൗട്ട് ആണെങ്കിലും ഇതിന്റെ എല്ലാം ഇടയിൽ കൂടെ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തെടുത്തു. ആൻഡ് ഐ ആം വെരി പ്രൗഡ് ഓഫ് യു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. അപ്പം നായിക എൻ്റെ ക്ലോത്തിങ് ബ്രാൻഡാണ്, എൻ്റെ സ്വപ്നമാണ്. ഒരുപാട് കാലമായിട്ട് ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു സ്വപ്നമാണ് എൻ്റെ നായിക. ഇൻസ്റ്റഗ്രാം പേജ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ലോഞ്ച് വീഡിയോ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലുണ്ട്. നായിക ബൈ നിമ്മി അരുൺ ഗോപൻ എന്നാണ് ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൻ്റെ പേര്. നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണം. ഇത്രയും കാലം എൻ്റെ ഫാമിലിയുടെയും എൻ്റെയും എല്ലാ സ്റ്റെപ്പിലും നിങ്ങൾ ഓഡിയൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഭയങ്കര പ്രൗഡായിട്ട് എവിടെ പോയാലും എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്. എന്നോട് എല്ലാവരും ചോദിക്കും ഈ യൂട്യൂബിൽ വീഡിയോസ് ഇടുക എന്നൊക്കെ പറയുന്നത് കുറച്ച് റിസ്ക് അല്ലേ, എല്ലാവരും ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കമന്റ് ചെയ്യില്ലേ, നെഗറ്റിവിറ്റി കൂടുതലല്ലേ. എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, യൂട്യൂബ് എന്നുള്ള എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ബിക്കോസ് കുറേ വീട്ടമ്മമാർ, കുറേ വർക്കിംഗ് വുമൻസ്, അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റിയാണ് എനിക്കുള്ളത്. ഒരുപാട് നമ്പേഴ്സൊന്നുമില്ല. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പം മോർ ദാൻ 5 years ഒക്കെ ആയിട്ടുണ്ടെങ്കിലും ഞാനിപ്പോഴും ഒരു 3 lakh സബ്സ്ക്രൈബേഴ്സിൽ നിൽക്കുകയാണ്. എനിക്ക് അതിലൊട്ടും വിഷമമില്ല. കാരണം ആ 3 lakh സബ്സ്ക്രൈബേഴ്സ് അത് വളരെ ജെന്യുവിൻ ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എനിക്കറിയാം ഓരോ വീഡിയോയുടെ കമന്റ്സ് കാണുമ്പോൾ എല്ലാവരും എനിക്ക് പേഴ്സണലി അറിയാം. ഇങ്ങനെ ഓരോരാളുടെ പേരും വരുമ്പോൾ ഞാൻ ആയിരിക്കും ആ ചേച്ചി വന്നില്ലല്ലോ, വിദ്യ വന്നില്ലല്ലോ, ഇല്ലെങ്കിൽ ഇന്നയാള് വന്നില്ലല്ലോ. അപ്പൊ ഇത്രയും കാലം എന്റെ യൂട്യൂബ് ചാനലിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ, എന്റെ വീഡിയോസിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതുപോലെ നായികനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രേയേഴ്സും ബ്ലെസ്സിങ്സും ഒക്കെ ഈ ഒരു ജേർണിയിൽ എനിക്കുണ്ടാവണം. കാരണം ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബിസിനസ് സംരംഭക എന്നുള്ള ഈ ഒരു പുതിയൊരു ടൈറ്റിലേക്ക് വരുന്നത്. ഓൺട്രപ്രണർ. നായിക, എവ്രി വുമൻ ഇസ് എ നായിക എന്നാണ് നമ്മുടെ ടാഗ് ലൈൻ. എല്ലാ കഥകളിലും എല്ലാ സ്ത്രീകളുടെ ലൈഫിലും അവരുടെ നായികയാണ്, ഇവര് ഹീറോയിൻ ആണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ നമ്മൾ സ്വയം ഹീറോയിൻ ആയിട്ട് അങ്ങ് വിചാരിച്ച് നമ്മളുടെ കഥ, നമ്മളുടെ സ്റ്റോറി, നമ്മളുടെ ലൈഫ് അങ്ങ് അടിപൊളിയായിട്ട് കൊണ്ടുപോവുക. അത് തന്നെയാണ് എനിക്ക് എപ്പോഴും നിങ്ങളോട് പറയാനുള്ളത്. ഫാഷൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൈൻഡ് ഓഫ് ജോണറാണ്. അതായത് നല്ല നല്ല ഔട്ട്ഫിറ്റ്സ് ഇടുക, അത് സ്റ്റൈൽ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും ആ ഒരു സ്റ്റൈലിലാണ്. ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മോർ സ്റ്റൈലിംഗ്, ബ്യൂട്ടി ഓറിയന്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ എനിക്കിഷ്ടമാണ്. പിന്നെ നമ്മൾ കുറെ കാലമായിട്ടുള്ള ചിന്തകളാണ് സത്യം പറഞ്ഞാൽ. പണ്ട് വേറെ പലതും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ബ്രാൻഡ് തുടങ്ങാൻ. ഈവൻ നമ്മൾ വെബ്സൈറ്റ് വരെ വാങ്ങിയിട്ടുണ്ടായിരുന്നു.
പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. അല്ല അതൊക്കെ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. ആര് പറഞ്ഞു അതൊന്നും പുറത്തേക്ക് വരില്ല എന്ന് ഉറപ്പില്ല. അതെ, ആഫ്റ്റർ നായിക. കാരണം എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എന്താ പറയാ ക്ലോത്ത് ആകുമ്പോൾ കുറച്ചും കൂടി കുക്കുവിന് ഈസിയാണ് ഹാൻഡിൽ ചെയ്യാൻ. നായിക ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ്. നമ്മൾ മെയിൻ ആയിട്ട് നായികയിൽ കൂടെ സെല് ചെയ്യുന്നത് സാരീസ് ആയിരിക്കും. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സാരീസ് അല്ല ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ റീസെല്ലിംഗ് ആണ് ചെയ്യുന്നത്. പല പല വെൻഡേഴ്സിൽ നിന്ന് മാനുഫാക്ചറേഴ്സിൽ നിന്ന് സോഴ്സ് ചെയ്തിട്ട് ദ ബെസ്റ്റ് സാരീസ് നിങ്ങളിലേക്ക് എത്തിക്കുക. പ്രത്യേകിച്ച് നായികയിൽ നമ്മൾ സെല് ചെയ്യുന്ന സാരീസ് നമ്മളുടെ നാട്ടിലെ വെതറിന് ഭയങ്കര അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് കുക്കു എപ്പോഴും എനിക്കറിയുന്ന നിമ്മി എന്ന് പറയുന്നത് എപ്പോഴും എലഗൻസി വേണം, കംഫർട്ടബിലിറ്റി വേണം, എന്ന ഒരു ലക്ഷറിയസ് പ്രീമിയം ലുക്കും വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. വല്ലാതെ ചെലവഴിക്കുന്നതല്ല, ഉള്ള ഇതുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് സ്റ്റൈൽ ചെയ്ത ആൾക്കാരുടെ മുന്നിലേക്ക് നടക്കണം, അതുപോലെ തന്നെ അത് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്ന ഈ സാരീസിലെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിന് പറ്റുന്ന, ഞാൻ ഇതുവരെ ആ സാധനം കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല, എന്താന്നുള്ള കുക്ക് പറയും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ, ഭയങ്കര അല്ല ഇതുവരെ ഇതിന് മുന്നേ കാരണം കുക്കു അങ്ങനത്തെ സാരീസിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഭയങ്കര എലഗന്റ് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരള വെതറിൽ സമ്മറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിഷുവിന്റെ സമയത്തൊക്കെ ഉടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉടുത്ത പോലും അറിയാതെ എന്ന ഭയങ്കര ഒരു പ്രീമിയം ലുക്കുള്ള കളക്ഷൻസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. സാരി ഉടുത്ത് കാണുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പ്രത്യേകിച്ച് കുക്കു. കാരണം എപ്പോഴും എടുത്ത് കാണാൻ, കാരണം ഇതില് വീഡിയോ ചെയ്യാനാണെങ്കിലും ഇനി ഞാൻ സ്ഥിരം സാരി എടുക്കും. ഞാനൊരു കാര്യം പറയാറില്ലേ, എടാ നീ സാരി എടുത്തിട്ട് എത്ര തവണയാ, കാരണം ഭയങ്കര ഭംഗിയാ കാണാൻ. അപ്പൊ ഞാൻ പറയാം, നീ അതിലേക്കൊന്ന് തിരി, ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ആസ് ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് എനിക്ക് സാരി എടുത്ത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് സ്ത്രീകളെ. അപ്പൊ എനിക്ക് കുക്കുനെയും ഭയങ്കര ഇഷ്ടം. പിന്നെ വേറൊരു കാര്യം, കുക്കു അധികം സാരി എടുത്തിട്ട് ഭയങ്കരമായിട്ട് കാണാറില്ല, എപ്പോഴും ഈസി വേസ് ആണ് ഞാൻ കാണാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ സാരി എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് ഇപ്പത്തെ വീഡിയോസ് ഒക്കെ ഇറങ്ങാൻ പോകുന്നുള്ളൂ. നിങ്ങൾ ലോഞ്ച് ചെയ്ത വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താ മെറ്റീരിയൽ എന്നുള്ളതൊക്കെ. എന്തായാലും ചെക്ക്ഔട്ട് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, നായികയുടെ പേജിന്റെ ലിങ്ക്. എല്ലാവരും, എന്നോട് സ്നേഹമുള്ള എല്ലാവരും നായിക ഫോളോ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ബ്ലസ് ചെയ്യണം പ്ലീസ്. ബിക്കോസ് ഈ ഒരു സമയത്ത് എനിക്ക് എൻ്റെ ഈ ഒരു യൂട്യൂബ് ഫാമിലിന്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. മാത്രമല്ല ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നില്ലേ വ്ളോഗ് നമ്പേഴ്സ് കുറവാണെന്ന്, എനിക്ക് തീർച്ചയായിട്ടും അറിയാം നിങ്ങൾക്ക് കാണേണ്ടത് വ്ളോഗാണ് എന്ന്. ഞാൻ അതിലേക്ക് എത്തും. പക്ഷെ കുറച്ച് നാളായിട്ട് തലയിൽ കിളി പോയിട്ടുള്ള കുറച്ച് പണികളായിരുന്നു. രാത്രിയില്ല പകലില്ല, 24 മണിക്കൂറും ബ്രെയിൻ ഓഫ് ആവുന്നില്ല. കാരണം അത്രയും ജോലികളുണ്ട്. എനിക്കങ്ങനെ വലിയ ടീമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവറി ഡേ വെയർ വെച്ചിട്ടാണ്. എവറി ഡേ ഇപ്പൊ നിങ്ങൾ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഓഫീസ് പേഴ്സൺ ആണ്, ഇല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോകുന്ന ആളാണ്, ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഡെയിലി അമ്പലത്തിൽ പോകുന്ന ആണെങ്കിലും ഒന്ന് അമ്പലത്തിൽ പോകണം, ഇല്ലെങ്കിൽ ഒന്ന് മാർക്കറ്റിൽ പോകണം ഈ ചൂടത്ത് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നായികയുടെ സാരീസ് റെഡിയാണ്. നിങ്ങൾ ഓർഡർ ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ ആ ഇൻസ്റ്റാഗ്രാം പേജിൽ വരും. ഞാനിപ്പോൾ ജസ്റ്റ് പേജ് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. ആൻഡ് നമ്മളുടെ ആദ്യത്തെ കളക്ഷൻ ഈ വരുന്ന വീക്കിൽ തന്നെ അപ്പാവും. അത് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് വിഷു കളക്ഷൻ ആണ്, ട്രഡീഷണൽ വിഷു കളക്ഷൻ. എനിവേസ് ഇപ്പം വിഷു കളക്ഷൻ അപ്പാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്യണം, ഓർഡർ ചെയ്യണം, വാങ്ങിച്ചിട്ട് നോക്കണം, എന്നിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയണം. ലേഡി ഏറ്റവും പ്രിട്ടി ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണുന്നതും സാരി ഉടുക്കുമ്പോഴല്ലേ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളുടെ കൾച്ചർ, നമ്മളുടെ ഒരു ട്രഡീഷൻ വെച്ചിട്ട് തന്നെ തുടങ്ങാം. അവിടെ നിന്ന് നമുക്ക് പതുക്കെ 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 സ്റ്റെപ്പ് ചെയ്ത് പോവാം. സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു കുക്കു വിഷു അധികം വീഡിയോസ് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇതിന്റെ ആൾക്കാരെ തപ്പലും പിന്നെ അതുപോലെ തന്നെ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാമെന്ന് പറയാൻ അറിയാലോ, ഒരു പേര് സെലക്ട് ചെയ്യണം, ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്, അതിന്റെ പിന്നാലെ കണ്ടമാനുണ്ട്. ബാങ്ക് അക്കൗണ്ട് മുതൽക്ക് അതിന്റെ പേര് മുതൽക്ക് ട്രേഡ് മാർക്ക് മുതൽക്ക് അക്കൗണ്ട് മുതൽക്ക് കുറെ പണികളുണ്ട് ഇതിന്റെ പിന്നാലെ. ലോഗോ ഡിസൈൻ തൊട്ട് അങ്ങോട്ട് ഞാൻ തന്നെയാണ്. അതെ, എല്ലാം സ്വന്തം. അതാണ് ഈ സംഭവത്തിന്റെ ലോഗോ ഡിസൈൻ ചെയ്തത് നിമ്മി ഒറ്റയ്ക്കാണ്. സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആണ് ആ ലോഗോ. പിന്നെ ലോഞ്ച് വീഡിയോ ചെയ്യുമ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു കോൺസെപ്റ്റിൽ കൂടെ ലോഞ്ച് ചെയ്യണം എന്നുള്ളത്. അതായത് എന്റെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ പല പല മാർക്കറ്റിൽ പോയി മെറ്റീരിയലൊക്കെ ടച്ച് ചെയ്ത് സോഴ്സ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നു. നമ്മുടെ നാടിന്റെ ഒരു ലോക്കൽ മാർക്കറ്റ്, അവിടുന്ന് ഒരു ടെമ്പിളിൽ ചെന്ന് ബ്ലെസ്സിങ്സ് ഒക്കെ മേടിച്ച് പുതിയൊരു സംരംഭം തുടങ്ങാൻ പോകുമ്പോൾ നമ്മളൊരു സാധാരണ പെൺകുട്ടി എന്താ നമ്മൾ തുടങ്ങുക, എന്താ പേരിടുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ഒരു പേര് വരും. അതിനുള്ള സാധാരണത്വം എന്ന ആഗ്രഹത്തിന്റെ എലഗൻസിയും എല്ലാം ആ ഒരു ക്ലോത്തിങ്ങിലുണ്ട്. ആൻഡ് യു വിൽ ഡെഫിനറ്റ്ലി ലവ് ഇറ്റ്. കാരണം എനിക്ക് ഡാം ഷുവറാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തവണ വാങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും എന്നുള്ളത്. ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, ബ്യൂട്ടിഫുൾ ആയിരിക്കും, എലഗന്റ് ആയിരിക്കും.
എനിവേസ് അതാണ് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ ഈ ഒരു രത്ന ചുരുക്കം. നമ്മൾ നായിക ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഇൻസ്റ്റാഗ്രാം പേജ് ലൈവ് ആണ്. ഇനി ബാക്കെൻഡില് വെബ്സൈറ്റിന്റെ വർക്ക് നടക്കുന്നുണ്ട്. വെബ്സൈറ്റ് കൂടെ അപ്പായി കഴിയുമ്പം നമ്മൾ ഓൾ സെറ്റ് ആവും. പിന്നെ നമുക്കൊരു കുഞ്ഞു വെയർ ഹൗസ് ഉണ്ട്. നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ താഴെ ഒരു റൂം റെന്റ് ചെയ്തിട്ട് നമ്മൾ നായികയുടെ വെയർ ഹൗസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ബിഹൈൻഡ് ദ സീൻ സ്റ്റോറീസും അല്ലെങ്കിൽ ലുക്കൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. യൂട്യൂബിൽ നമുക്ക് ചെറിയ വ്ളോഗ്സ് ഇനിയിപ്പം അതൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ ഇൻസ്റ്റയിൽ ഇടുന്ന നമ്മുടെ കളക്ഷൻസ് എല്ലാം യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും അല്ലെ. അതിന്റെ അടിയിലും നമുക്ക് ഇതിന്റെ എവിടുന്ന് എങ്ങനെ പർച്ചേസ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. വെബ്സൈറ്റ് വന്ന കൺഫ്യൂഷൻ ഇല്ല, നേരെ വെബ്സൈറ്റ് ഒന്ന് ഷോപ്പ് ചെയ്യാം. അതിനിപ്പോ വെബ്സൈറ്റ് വന്നാലും നമുക്ക് പേഴ്സണലായിട്ട് പരിചയമുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും പർച്ചേസ് ചെയ്യാനുള്ള. സോ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പൊ ഗൈസ് അത്രയേ ഉള്ളൂ. നിങ്ങളപ്പോൾ ലിങ്കിന് ഡിസ്ക്രിപ്ഷൻ നോക്കില്ലേ, ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കണം. അതിലെ നായികയുടെ പേജിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. പ്ലീസ് 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 ഫോളോ എൻ്റെ പേജ്. ഓക്കെ. ആൻഡ് നമ്മൾ നായികയിലെ ഒരു ഗിവ് അവേ ഒക്കെ ചെയ്യാനൊക്കെ ഉള്ള പ്ലാൻസ് എനിക്കുണ്ട്. ഓക്കെ. അപ്പം എന്തായാലും വിഷു ഒക്കെ അല്ലേ, തീർച്ചയായിട്ടും ഞാനൊരു വിഷു ഗിവ് അവേ ചെയ്തിരിക്കും, എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഓക്കെ, ഐ ലെറ്റ് യു നോ അബൌട്ട് ദാറ്റ്. അപ്പോൾ മറക്കണ്ട, നായിക ഫോളോ ചെയ്യുക. ആൻഡ് റിമെമ്പർ, എവറി വുമൺ ഇസ് എ നായിക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലോട്ട്സ് ഓഫ് ലവ്. ബൈ.